ഇനി പോകുന്നത് കണ്ണൂരിലേക്കാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നതാണ് കണ്ണൂർ മണ്ഡലം. KPCC പ്രസിഡന്റ് കെ സുധാകരനും CPM-ന്റെ ജില്ലാ സെക്രട്ടറി MV ജയരാജനും മുഖാമുഖം ഏറ്റുമുട്ടിയ മണ്ഡലം. മുൻ കോൺഗ്രസ് നേതാവ് C രഘുനാഥ് NDAയ്ക്കായി രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. കണ്ണൂരിൽ നിന്ന് അർജുൻ, KPCC പ്രസിഡന്റോ ഒപ്പം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോ എന്നതാണ് ചോദ്യം. സുധാകരന് കഴിഞ്ഞ തവണത്തെ ജയം ആവർത്തിക്കാനാകുമോ? MV ജയരാജന്റെ കടന്നുവരവോടെ എത്ര ശക്തമായ പോരാട്ടമാണ് ഉണ്ടായത്? ഒപ്പം മുൻ കോൺഗ്രസ് നേതാവായ C രഘുനാഥ് ആയിരുന്നു BJPക്ക് വേണ്ടി രംഗത്തിറങ്ങിയത്. എത്രത്തോളം വോട്ടുകൾ അദ്ദേഹം പിടിക്കും? വിനീത, കണ്ണൂരിലെ മത്സര ചിത്രം അല്ലെങ്കിൽ മത്സരം ഫലപ്രഖ്യാപനത്തോട് അടുക്കുമ്പോൾ തന്നെ വലിയ തോതിലുള്ള ഒരു വിജയപ്രതീക്ഷയാണ് ഇരു മുന്നണികളും പങ്കുവയ്ക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി തന്നെ UDF ക്യാമ്പ് വർദ്ധിതമായിട്ടുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ 94,000-ഓളം വോട്ടുകൾക്കാണ് കെ സുധാകരൻ വിജയിച്ചതെങ്കിൽ ഇത്തവണയും അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള ഒരു വിജയമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് UDF ക്യാമ്പ് പങ്കുവയ്ക്കുന്നത്. എന്നാൽ ഒട്ടും ആവേശത്തിലോ അല്ലെങ്കിൽ വിജയപ്രതീക്ഷയിലോ ഒരു തരത്തിലും കുറവില്ല LDF ക്യാമ്പിലും. കാരണം വിജയം എന്തായാലും സുനിശ്ചിതമാണ്. അതിനുവേണ്ടി തന്നെയാണ് ജില്ലാ സെക്രട്ടറിയെ തന്നെ കളത്തിലിറക്കിക്കൊണ്ട് LDF മത്സരത്തിന് ഒരു വീറും വാശിയും കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്തായാലും ചെറിയ വോട്ടിനാണെങ്കിലും ഏകദേശം 15,000 വോട്ടുകളാണ് പാർട്ടി കണക്കുകൾ തന്നെ പറയുന്നത്. ആ 15,000 വോട്ടുകൾ ബൂത്ത് ലെവലിൽ നിന്നും അരിച്ച് പെറുക്കിയെടുത്തിട്ടുള്ള കണക്കുകളാണ് ഈ 15,000 വോട്ടുകൾ. അതുകൊണ്ട് തന്നെ ആ വോട്ടിന് അതിനോട് അടുത്തു നിൽക്കുന്ന ഒരു വോട്ടിന് എന്തായാലും ജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് MV ജയരാജൻ ഇടതു ക്യാമ്പിൽ നിന്നും പ്രതീക്ഷയായി പങ്കുവെക്കുകയും ചെയ്യുന്നത്. ഏകദേശം 16 ലക്ഷത്തോളം വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. കഴിഞ്ഞ തവണത്തെ അത്ര തന്നെ പോളിംഗ് ശതമാനം ഇത്തവണത്തെ ഉണ്ടായിരുന്നില്ല. 77% ഇത്തവണ പോളിംഗ് ശതമാനമായി രേഖപ്പെടുത്തിയത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് UDF-ന്റെ വളരെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള ഇരിക്കൂറും അതുപോലെ തന്നെ പേരാവൂരും കണ്ണൂർ മണ്ഡലങ്ങളിലുമാണ് പോളിംഗ് ശതമാനം ഏറ്റവും കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിൽ നിന്ന് മറിച്ചായി പരിഗണിക്കുകയാണെങ്കിൽ മട്ടന്നൂരും തളിപ്പറമ്പിലും പോളിംഗ് ശതമാനം കൂടുന്ന കാര്യവും ഇത് രണ്ട് കേന്ദ്രങ്ങളും LDF-ന്റെ ശക്തി കേന്ദ്രം. അപ്പോൾ ഇതൊക്കെ ഏത് രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഫലത്തിൽ പ്രതിഫലിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോളിംഗ് ശതമാനം കൂടുന്നത് അത് UDF-നുള്ള വോട്ട് തന്നെയാണ് എന്നുള്ള പ്രതീക്ഷയാണ് UDF ക്യാമ്പുകൾ പങ്കുവെക്കുന്നത്. എന്നാൽ ഈ പറയുന്ന പോലെ പേരാവൂരിലും ഇരിക്കൂറിലുമൊക്കെ പോളിംഗ് ശതമാനം കുറഞ്ഞത് UDF-ന്റെ പരമ്പരാഗതമായി ചെയ്യുന്ന വോട്ടുകൾ പോലും ചെയ്തില്ല എന്നുള്ള ആത്മവിശ്വാസം LDF-ന് നൽകുന്നുണ്ട്. എങ്കിൽ കൂടി വിജയപ്രതീക്ഷയിൽ മത്സരത്തിൻ്റെ ഫലം എന്തായാലും ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളും കരുതുന്നത്. കാരണം അത്തരത്തിലുള്ളതായിരുന്നു മത്സരത്തിൻ്റെ ആവേശഘട്ടങ്ങളിലെല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഓരോ ഘട്ടങ്ങളിലും അതിശക്തമായിട്ടുള്ള പോരാട്ടം, കൊണ്ടും കൊടുത്തും കൊണ്ടുള്ള പോരാട്ടം. രണ്ട് പ്രമുഖരായ പേർ കെ സുധാകരനും MV ജയരാജനും മത്സരിച്ചൊരു ഒരു മത്സരം. അതുകൊണ്ട് തന്നെ മത്സരത്തിൻ്റെ ഏറ്റവും അവസാന ലാപ്പിലേക്ക്, ഒരു ഫലപ്രഖ്യാപനത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് നമ്മൾക്കുള്ളത്. എങ്കിൽ കൂടി ഈ മത്സരം പ്രവചനാതീതമാണ്, മത്സരഫലം പ്രവചനാതീതമാണ് എന്നുള്ളൊരു സാഹചര്യമാണ് കണ്ണൂരിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ പറയുന്ന പോലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിലായിരുന്നു LDF ക്യാമ്പുകൾ വലിയ തോതിൽ പ്രതീക്ഷ വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പൗരത്വ ഭേദഗതി നിയമം വലിയ തോതിൽ മണ്ഡലത്തിൽ ചർച്ചയാക്കിയിരുന്നു ഇടതുപക്ഷം. അത് എത്രത്തോളം സ്വീകാര്യമായി, മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ എത്രത്തോളം ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്നത് ഇടതു ക്യാമ്പുകൾ ഉറ്റുനോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ BJPയിലേക്ക് പോകും, അല്ലെങ്കിൽ അദ്ദേഹം BJPയുടെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള പ്രചാരണവും LDF ക്യാമ്പ് വളരെ ശക്തമായ രീതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രചരണം ഏതെങ്കിലും രീതിയിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അങ്ങനെ ചലനങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. കഴിഞ്ഞ തവണത്തെ പോലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ കെ സുധാകരൻ്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുകയും അല്ലെങ്കിൽ കെ സുധാകരന് വേണ്ടി വോട്ട് ചെയ്യുകയും ചെയ്താൽ ഏകദേശം ഈ പറയുന്നത് പോലെ തന്നെയുള്ള 1 ലക്ഷത്തിനടുത്ത്, അല്ലെങ്കിൽ എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 50,000-ന് മുകളിൽ കെ സുധാകരൻ വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് നടക്കുന്ന ഘട്ടത്തിൽ കെ സുധാകരനോട് എത്ര വോട്ടിന് ജയിക്കും, കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ഘട്ടത്തിൽ കെ സുധാകരൻ അത്രത്തോളം ഇല്ലെങ്കിലും മിന്നും വിജയം സ്വന്തമാക്കുമെന്നുള്ള പ്രതികരണമായിരുന്നു നടത്തിയിരുന്നത്. എങ്കിൽ കൂടി ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വരുന്ന ഒരു ഘട്ടത്തിൽ കെ സുധാകരനോട് പ്രതികരണം ചോദിക്കുന്ന സമയത്ത് കെ സുധാകരൻ പറയുന്നത് ഒരുപക്ഷെ അതിലും അപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷത്തിൽ 1 ലക്ഷം കടന്നാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് കെ സുധാകരൻ നൽകുന്നത്. അത് അദ്ദേഹത്തിനുള്ളൊരു ആത്മവിശ്വാസം തന്നെയാണ് ആ പ്രതികരണങ്ങളിലൂടെയെല്ലാം തന്നെ വ്യക്തമാകുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രധാനമായി കാണേണ്ടത് NDA ആണ്. NDA സ്ഥാനാർത്ഥി C രഘുനാഥ് കോൺഗ്രസിൻ്റെ മുൻ നേതാവായിരുന്നു, കെ സുധാകരൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു.
വളരെ പ്രധാനമായും അവർ മത്സരിക്കുന്നത് ഒരു വിജയപ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ കൂടി വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഒരുപോലെ തന്നെ NDAയുടെയും സി രഘുനാഥിൻ്റെയും കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സി രഘുനാഥ് വളരെയധികം ത്യാഗപൂർവമായിട്ടുള്ള രാവിലെ തന്നെ തുടങ്ങിയിട്ടുള്ള പ്രചരണങ്ങൾ രാത്രിയാകുമ്പോൾ ഒരു സാധാരണ സ്ഥാനാർത്ഥി, ഒരു പ്രമുഖരായിട്ടുള്ള മുന്നണികളുടെ സ്ഥാനാർത്ഥി എങ്ങനെയാണോ പ്രചരണം നടത്തുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയുള്ള പ്രചരണം സി രഘുനാഥ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അത് ആരുടെ അക്കൗണ്ടിൽ നിന്നുള്ള വോട്ടുകളായിരിക്കും സി രഘുനാഥിന് ലഭിക്കുക എന്നതും വളരെ പ്രധാനമാണ്. കണ്ണൂരിൽ മത്സരം ഇഞ്ചോടിഞ്ചാണ്. ഫലപ്രഖ്യാപനം അവസാന നിമിഷത്തിലേക്ക് അടുക്കും തോറും അതൊരു ഫോട്ടോ ഫിനിഷിങ്ങിലേക്ക് ആയിരിക്കുമെന്നുള്ള ഒരു പ്രതീതിയാണ് ഇപ്പോഴും കണ്ണൂരിലുള്ളത്. വിനീത.